നമ്മളിപ്പോൾ ആസ്ട്രമഡ് സിറ്റിയിലുള്ള അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആക്ച്വലി പേഷ്യൻസിന് അല്ലെ പേഷ്യൻ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ വരുന്ന ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എല്ലാവർക്കും ഫ്രീ ആണ് വരുന്നത്. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൺസൾട്ടേഷനും കാര്യങ്ങൾക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിരിക്കും. നമുക്ക് പോകാനുള്ള ബോട്ടാണിത്. അപ്പോൾ ഇവിടെ ഒരു റിസോർട്ടുണ്ട്, ബെൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരും ആസ്റ്ററും തമ്മിലുള്ള ടൈപ്പിലുള്ളൊരു ബോട്ടാണിത് വരുന്നത്. 5 മണിക്കാണ് എടുക്കുന്നത്. 5 മണിക്ക് എടുത്ത് കഴിഞ്ഞാൽ 6 മണിയൊക്കെ ആകുമ്പോഴേ തിരിച്ചു വരുള്ളൂ. 1 ഹവറാണ് ബോട്ടിങ് വരുന്നത്. ഇത് ഇവിടുത്തെ ഗാർഡനാണ് വരുന്നത്. ഇതൊക്കെ ഇവർ വിദേശത്തു നിന്ന് വന്ന പേഷ്യൻസാണ് ഈ ഇരിക്കുന്നത്. ശരിക്കും പേഷ്യൻസിന് ഒരു റിലാക്സേഷന് പറ്റിയ ഒരു സംഭവം തന്നെയാണ്. അവരൊന്ന് വീൽ ചെയർ ഇവിടെ നിർത്തി. ബെൻസ് ക്രൂയിസസ് ഇതാണ് അവരുടെ ബോട്ടാണ്. അവർക്ക് കുറേ ബോട്ടുണ്ട്. ഇതിലേതായാലും എല്ലാ തവണ മാറി മാറി വരുന്നത്. പല ബോട്ടുകൾ ഇവിടെ വരുന്നത്. ഇതായിട്ട് ഉൾഭാഗം വരുന്നത് ഫുള്ള് സീറ്റിംഗ് ആണ്. ചെറിയ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണെങ്കിൽ ഒരു സിങ്കുണ്ട്, ഒരു വാഷ്റൂമുണ്ട്. നമ്മൾ ബോട്ടിൻ്റെ ഏറ്റവും ബേക്കിൽ വന്നിരിക്കുക. പുറത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുവാണെങ്കിൽ കാഴ്ചകൾ കാണാം, പക്ഷെ വെയിലായിരിക്കും. ഇത് ബോട്ടിൻ്റെ ബേക്കിൽ നിന്നുള്ള വ്യൂ. ഇതിൽ കാണുന്നത് ആസ്ട്രമഡ് സിറ്റി ആട്ടോ. 3 ബിൽഡിങ്സ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ഒരു ദിവസം ചെയ്യാവേ. ഇപ്പം നമ്മൾ പോകുന്ന ഈ സൈഡിലേക്കാണ്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടും കായൽ പോകുന്നുണ്ട്, ഈ സൈഡിലേക്കുണ്ട്. ഈ കായലിൻ്റെ അതായത് ആസ്റ്ററിൻ്റെ ഏതാണ്ട് 2 ഭാഗവും ഫുള്ള് കായലിൽ റൗണ്ട് പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്. അപ്പോൾ ഈ കായലിൻ്റെ സൈഡിലാണ് ആസ്റ്റർ വരുന്നത്. ഇതാണ് ആസ്റ്റർ വരുന്നത്. ഇവിടെ മൊത്തം ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ട് വിദേശികൾ ഒരു ബോട്ടിൽ കയറാൻ വരുന്നതെന്ന് തോന്നുന്നു. ബോട്ടിൽ കയറാനാണ് ഞങ്ങൾ 2 പേര് മാത്രം, വേറെ ആരുമില്ല. ഇവരാണ് ബോട്ട് എടുക്കുന്നവരെ. ഇവർ വേറെ ആളെ നോക്കി എനിക്ക് തോന്നുന്നു ക്യാൻസൽ ആവുമായിരിക്കും. നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ആൾ കയറി. 5-6 പേരുണ്ട്. ബോട്ട് വിട്ടു. റിവേഴ്സ് എടുക്കുകയാണ് ഇവിടെ ഇട്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. ആസ്റ്റർ വരുന്നത് 3 ബിൽഡിംഗ് ആയിട്ടാണ്. ഇത് ടവർ 1, ടവർ 2, ആസ്റ്റർ എന്ന് എഴുതിയത് ടവർ 3. അതിൻ്റെ അപ്പുറത്തായിട്ട് ടവർ 4 പണിയുന്നുണ്ട്. അപ്പോൾ 4 ബിൽഡിംഗ് ആയിട്ട് കായലിൻ്റെ സൈഡിലായിട്ട്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ ടൈമിൽ ഇതിൻ്റെ ലോവർ ഗ്രൗണ്ട് ഫ്ലോറിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടിൽ പോകുമ്പോൾ എന്ത് ലുക്കാണ് കാണാൻ. ഇത് ആസ്റ്ററിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്ത് നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുമോയെന്ന് അറിയത്തില്ല. മൂടി കെട്ടി നിൽക്കുന്നത്. സൂര്യനൊന്നും ഇല്ല. അവിടെ ഒരു കൊച്ചിരിപ്പുണ്ട്. കിടിലൻ സ്കൈ ആണ്. മഴക്കാറ് പോലെ ഉണ്ട്, പക്ഷെ മഴ തൂളിയൊന്നും പോയി പെയ്യുന്നില്ല. നമ്മുടെ ആസ്റ്ററിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാലമുണ്ടോ. ആസ്റ്ററിൻ്റെ എംബ്ലത്തിൻ്റെ കളറാണ് പാലത്തിൻ്റെ പിടിക്കൊക്കെ കൊടുത്തേക്കുന്നത്. ആസ്റ്ററിൻ്റെ സൈഡിലായിട്ട് ഏകമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. അത് അടിപൊളിയാണ്. ലുക്കാമോ. ആ കാണുന്നത് പാലം കണ്ടെയ്നർ റോഡാണ്. അതായത് നമ്മൾ കളമശ്ശേരിയിൽ നിന്ന് വൈപ്പിനിലേക്ക് നമ്മൾ കണ്ടെയ്നേഴ്സിന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള റോഡാണ്. ഇത് ചീനവല എല്ലാം തന്നെ പൊക്കി വെച്ചാൽ ബട്ട് ഇപ്പോൾ ഒന്നും താത്തിയിട്ടില്ല. എനിക്കൊന്ന് സീസണും വെച്ചിട്ടാണ് താത്തുന്നത്, അല്ലെങ്കിൽ ടൈമിങ് വെച്ചിട്ടാണ് താത്തുന്നത്. കറക്റ്റ് ഒരു പരുന്ത് ഒന്നാടെ ഇരിപ്പ്. ഇതാണെങ്കിൽ 5 മണിക്ക് പോകേണ്ട ബോട്ടാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5:15 ആയപ്പോഴത്തേക്കും കുറച്ച് പേരും കൂടെ വന്നു. അങ്ങനെയാണ് അവർ ബോട്ടെടുത്തത്. ഇവിടെ ഫുള്ള് ഈ സൈഡിൽ കൂടെ 2 സൈഡിലും ചീനവലയാണ് മൊത്തം ഉള്ളത്. എനിക്കൊന്ന് ഓരോ വീട്ടുകാർക്കും പ്രൈവറ്റായിട്ട് ചീനവലയുണ്ട്. എല്ലാ വീട്ടുകാർക്കും 2 സൈഡിൽ നോക്കിയാലുണ്ട്. നേരത്തെ കണ്ട കണ്ടെയ്നർ റോഡാണ് മേലെ കൂടെ പോകുന്നത്. അപ്പോൾ കണ്ടെയ്നർ റോഡിൻ്റെ അടിയിൽ കൂടെ നമ്മളിപ്പോൾ ക്രോസ് ചെയ്യും. ഇതാട്ടോ കണ്ടെയ്നർ റോഡ് വരുന്നത്. മൊത്തം 4 വരി ഹൈവേ ആണ്. അപ്പോൾ പാലത്തിൻ്റെ അടിഭാഗത്തൂടെ നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മഴക്കാരുണ്ട്, പക്ഷെ സൺസെറ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റും. മേലെ കൂടെ ട്രക്കൊക്കെ പോകുന്നതാണ്. ഇത് നിഹാര എന്ന് പറയുന്ന റിസോർട്ടാട്ടോ. ഇവിടെ എന്തോ ഓണപ്പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ആസ്റ്റിൻ്റെ തൊട്ടടുത്തുള്ളൊരു റിസോർട്ടാണ് വരുന്നത്. ജസ്റ്റ് ഉള്ളിൽ കാണിച്ചു തരാം. ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഉള്ളിൽ നിന്ന് ഉള്ള വ്യൂസാണ്. ഇതാണ് നമ്മളെ പറ്റിച്ച്. കാരണം
അധികം ദൂരം പോയില്ല. അന്ന് വന്നപ്പോൾ ഇതിൽ കൂടുതൽ ദൂരം ഞങ്ങൾ പോയായിരുന്നു. ഇതിപ്പോൾ ഇവർ കുറച്ച് ദൂരം വന്നിട്ട് സമയം പോയാണ്ടായിരിക്കും തിരിച്ചു വിടുക ഇവർ. ഇതാട്ടോ ഇവരുടെ ബെൻസ്, ഇവരുടെ ബോട്ടുകളിൽ കിടക്കുന്നത് ബെൻസ് എന്ന് പറഞ്ഞ ടീമിൻ്റെ. ഇവർക്ക് ഇവിടെ ചെറിയൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട് ഇവർക്ക്. കയാക്കിങ്, ഹൗസ് ബോട്ട് ഇതെല്ലാം ഉണ്ട് ഇവർക്ക്. സാധാരണ പോകാറുള്ളത് ഇതിൻ്റെ ബേക്കിൽ കാണുന്ന ആ ഒരു ബോട്ടുണ്ടോ, അതുണ്ട്, ആസ്റ്ററിൻ്റെ ഒക്കെ എംബ്ലം വെച്ചിട്ടുണ്ട്. ആ ബോട്ടിലാണ് സാധാരണ പോകാറ്. ഈ കാണുന്നത് ചെമ്മീൻ കൃഷി കേട്ടോ. ഇതിനുള്ളിൽ ഫുള്ള് ചെമ്മീനും കൃഷി ചെയ്യുന്നതാണ്. ഫുള്ള് ഇങ്ങനെ ബാരലിൽ ഇങ്ങനെ ഡിവൈഡ് ആക്കിയിട്ട് കൃഷി ചെയ്യുന്നത്. ഒരു ചേട്ടൻ അവിടെ ചെമ്മീനെ എടുക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ നിസ്സഹായരായി തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. സംഭവം ബോട്ട് AC ഒക്കെ ഇതുണ്ടോ, എ സി ഒക്കെ ഇരിപ്പുണ്ട്. AC ഓഫാ. തിരിച്ചു പോകാൻ നേരത്ത് നല്ലൊരു സ്റ്റേ കിട്ടിയിട്ടുണ്ട്. ഒരു മേഘത്തിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ വരുന്ന നോക്കി. രണ്ട് ട്രക്കുകൾ പാലത്തിൻ്റെ മേലെ കൂടെ പോകുന്നു. ഈ റോട്ടിൽ കൂടെ ഫുള്ള് കണ്ടെയ്നേഴ്സ് കേട്ടോ. കുറേ കണ്ടെയ്നേഴ്സ് വരും. അപ്പുറത്തെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇഷ്ടംപോലെ കണ്ടെയ്നേഴ്സ് വരുന്നത്. എറണാകുളത്തെ നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നേഴ്സ് മൊത്തം തൃശ്ശൂർ, ഗുരുവായൂർ അങ്ങനെ ആ ഭാഗത്തേക്കെല്ലാം പോകുന്ന ഇതിലേ വരുന്നത്. ഇപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്കാണെങ്കിൽ ഇതിലേ വന്നത്. ഇതിൻ്റെ ചീനവലയിൽ ബൈക്കുകളുണ്ടോ, ബൈക്ക് ഇരിക്കുന്നുണ്ടോ. ബൈക്കിൻ്റെ ബാക്ക് ടയർ മാറ്റിയിട്ട് അവിടെ ഒരു പല്ലറ്റ് പോലത്തെ ഒരു സാധനം ഇടും. എന്നിട്ട് ആ മെഷീൻ ബൈക്ക് ഓണാക്കിയിട്ടാണ് ഈ ചീനവല പൊക്കുന്നതും താത്തുന്നത്. പണ്ട് കാലത്ത് നമ്മൾ കൈ കൊണ്ട് വലിച്ചു കെട്ടുന്നു. ഇപ്പോൾ ഈ ബൈക്ക്, പഴയ ബൈക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നവർ. സ്കൈ നല്ല അടിപൊളി സ്കൈ. നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. ആ സൂര്യനാണെങ്കിൽ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല രസമാണ്. കിട്ടില്ല ഒരു വിഷ്വലാണിത്. സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി നിൽക്കുന്നു. നമ്മുടെ ചീനവലയുണ്ട്, കായലുണ്ട്. അടിപൊളി വ്യൂ. ഇവിടെ ചിലതത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ വല കാണുന്നത്. ബാക്കിയെല്ലാം ഒരു വല ഊരി വെച്ചേക്കുക. നമ്മൾ ഇത്രയും നേരം പോയി ഇപ്പോഴെ വെയിൽ കിട്ടി. ഇത്രയും നേരം തണലായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ആസ്റ്ററിനെ അങ്ങോട്ടെത്തി. സൺലൈറ്റ് അടിച്ചിട്ട് ആസ്റ്റർ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നു. ഭയങ്കര സീനിക്കാട്ടോ. ഈ സമയത്ത് വന്നാൽ അടിപൊളിയാണ്. കാരണം സൺസെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആ സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല വിഷ്വൽസ് കിട്ടും. ഇപ്പോൾ ബാക്ക് സൈഡിൽ നിന്നാണ് സൂര്യപ്രകാശം അടിക്കുന്നത്. ഇപ്പോൾ ആസ്റ്ററിൻ്റെ അങ്ങോട്ടൊക്കെ അടിക്കുമ്പോഴത്തേക്കും പച്ചപ്പൊക്കെ നല്ല രസമാണ് കാണാൻ. നല്ല തിളങ്ങിയിരിക്കും. ഇവിടെ ഇപ്പോൾ മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ. ഇതൊക്കെ ഈ വലേൻ്റെ കമ്പിയുടെ മേലെ കൂടെ ഫുള്ള് കാക്കകളാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല ബൈക്ക്, ഇവിടെ ഒരെണ്ണത്തിലും ബൈക്ക് ഇരിപ്പുണ്ട്. ഇവിടെ നമ്മൾ ആ ബൈക്കിൻ്റെ ബാക്ക് ടയറിൻ്റെ അവിടെ ശ്രദ്ധിച്ചോ. ടയറല്ല അതാണെങ്കിൽ കയറ് കെട്ടി വലിക്കാൻ പറ്റുന്ന രീതിയിൽ അവരൊരു സാധനം, മെറ്റൽ പ്ലേറ്റ് വരുന്നത്. എന്നിട്ട് അതിലേക്ക് കയറ് റോളായി വരും. ഇറങ്ങാനായപ്പോൾ നല്ലൊരു വ്യൂ ഇവിടെ കിട്ടി. പക്ഷികൾ പോകുന്നു. സൂര്യൻ മേഘത്തിൻ്റെ ഇടയിൽ നോക്കി. തിരിച്ചടിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളെ നോക്കി എടുത്ത് നിൽപ്പുണ്ട്. എല്ലാവരും ഇറങ്ങുവാണ്. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. ഫ്രണ്ടിൽ ഇരിക്കായിരുന്നു, പക്ഷേ ബേക്കിലാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വ്യൂ കിട്ടി. അതുകൊണ്ടാണ് ബേക്കിൽ പോയിരുന്നത്. ബോട്ടിങ്ങനെ ഇറങ്ങിയ പാടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ഗാർഡനിങ് ആണ് വരുന്നത്. ഈ ടീംസായിട്ട് നമ്മുടെ ഇപ്പം ബോട്ടിലുണ്ടായിരുന്നത്. ഒരു കുസൃതിയ രണ്ടുപേരും. നമ്മൾ വന്ന ബോട്ട് തിരിച്ചു പോയി. ഇനി അവന്മാർ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. നേരത്തെ നമ്മൾ കണ്ട സ്ഥലത്ത് തിരിക്കുന്നതാണ് നല്ല രസമാണ്. ഇത് നമ്മളാ നിന്ന സ്ഥലത്തെ ബോട്ട് കയറി അടുത്തുള്ള സ്ഥലം, പാർക്ക്. ഇത് നമ്മൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ഒരാൾക്കാരുടെ പേരാട്ടോ. ഇത്ര ആൾക്കാരാണ് ഇവിടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ആൾക്കാരുടെ പേരും അവരുടെ വയസ്സും പ്ലേസും എന്നാ ഓർഗൻ ഡൊണേറ്റ് ചെയ്തതെന്നുള്ളത്. മറ്റേ സൗണ്ട് കേൾക്കുന്ന കാറ്റടിക്കുമ്പോൾ അതൊക്കെ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. രാത്രിയിലാണെങ്കിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിയേ, ചെറുതായിട്ട് കായലിലേക്ക് കുറച്ചൊരു പ്ലാറ്റ്ഫോം പോലെ ആക്കിയിട്ട് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെ ഇത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന ബിൽഡിങ്. ഈ ബേക്കിൽ കാണുന്ന അവിടെ പുതിയ ബിൽഡിങ്ങും പണിതുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബേക്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചു. ആണെങ്കിൽ ഒരു കൊച്ചിനെ കണ്ടെന്നില്ലേ, ആ കൊച്ചിൻ്റെ കുറേ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ,
രസമുണ്ടല്ലേ?